ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് വേട്ടയിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്കും. പ്രതി തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ മേഖലയുമായി അടുത്ത ബന്ധം. തസ്ലീമയ്ക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമെന്നും എക്സൈസ്. ഷാജഹാൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ഷാജഹാൻ, വലിയ തോതിലാണ് കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ വലിയ ഗൗരവത്തിലുള്ളതാണ്. വിശദാംശങ്ങൾ. ഷമ്മി 2 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ഈ യുവതിയുടെയും അതോടൊപ്പം തന്നെ ഒപ്പമുണ്ടായ സുഹൃത്തിന്റെയും നിന്നും എക്സൈസ് പിടികൂടിയത്. കഞ്ചാവുമായി എത്തിയ ചെന്നൈ സ്വദേശി ക്രിസ്റ്റീന എന്ന തസ്ലീമ സുൽത്താനാണ്. ഇവർക്കൊപ്പം മക്കളും ഭർത്താവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. മണ്ണഞ്ചേരി സ്വദേശി ഫിറോസുമായി ചേർന്നാണ് വിൽപ്പന നടത്താനാണ് ഇവർ ആലപ്പുഴ എത്തിയെന്നാണ് പറയുന്നത്. ടൂറിസം മേഖലയിൽ വിൽപ്പന നടത്തുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശം. തായ്ലാന്റിൽ നിന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് ലഭിച്ചതെന്നാണ് ഇവർ പറയുന്നത്. വൻ ലഹരി വേട്ടയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ക്രിസ്റ്റീന സെക്സ് റാക്കറ്റിലെ കണ്ണിയെന്നും എക്സൈസ് പറയുന്നുണ്ട്. ഇവർക്ക് ഈ മൊബൈലിൽ നിന്നും യുവതികളുടെ അടക്കം നിരവധി വീഡിയോകളും ഫോട്ടോകളും ഒക്കെ തന്നെ എക്സൈസ് ലഭിച്ചിട്ടുണ്ട്. പെൺകുട്ടികളെ ലഹരി നൽകിയ ശേഷം പീഡിപ്പിച്ച കേസിലെ പ്രതിയാണ് ഈ തസ്ലീമ. എന്തായാലും ആലപ്പുഴ എത്തിയതിന് പിന്നിലും സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് എക്സൈസ് പറയുന്നത്. കഴിഞ്ഞ ദിവസം തീരദേശ മേഖലയുടെ മയക്കുമരുന്ന് എത്താൻ സാധ്യതയുണ്ടെന്ന് എക്സൈസ് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനയിലാണ് ഇവരെ പിടികൂടുന്നത്. ഇവരെ ഇപ്പോൾ ആലപ്പുഴ എക്സൈസ് ഓഫീസിലുണ്ട്. ഇവരിൽ നിന്നും പിടിച്ചെടുത്ത 2 കോടിയോളം രൂപ വില വരുന്ന കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എക്സൈസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് എന്നും അവർ പോലീസിന് മൊഴി നൽകിയതായിട്ടാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷെ അത് സംബന്ധിച്ച് എക്സൈസ് വ്യക്തമായിട്ടുള്ള സൂചനകൾ നൽകുന്നില്ല. ചില പേരുകൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ അവർക്കെതിരെ കേസെടുക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ കേസെടുക്കാൻ കഴിയില്ല. ഇവരെന്തായാലും ഈ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. പക്ഷേ ഇവരുടെ മറ്റു കാര്യങ്ങൾ കൂടി പരിശോധിച്ച് അത് കൃത്യമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അവരിലേക്കുള്ള അന്വേഷണം നീങ്ങുകയുള്ളൂ എന്നാണ് എക്സൈസ് പറയുന്നത്. ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.